പ്രേക്ഷകർക്ക് പ്രതീക്ഷയ്ക്കൊത്താണ് ബിഗ് ബോസ് മലയാളം 7 സീസൺ പുരോഗമിക്കുന്നത്. അർഹതയില്ലാത്തവർക്കും അലസന്മാർക്കും അധികാരം സേഫ് കളിയും കളിച്ച് ഹൗസിൽ തുടരാനാവില്ല. ആഴ്ചയൊന്ന് പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മത്സരാർത്ഥികളായ അനുമോളും അക്ബർ ഖാനുമാണ് പുതിയ ചർച്ചാ വിഷയം. അതിന് കാരണം കഴിഞ്ഞ ദിവസം അനുമോൾ അക്ബറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. രണ്ടുപേരും പരസ്പരം കാണുന്നത് പോലും ചതുർത്ഥി പോലെയാണ്. കഴിഞ്ഞ ദിവസം ആതിഥേയമായി സംസാരിക്കുന്നതിനിടെ അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്നും ചിലപ്പോഴൊക്കെ പേടിയാകുമെന്നും അനുമോൾ പറഞ്ഞു. വളരെ തരം താഴ്ന്ന രീതിയിലേക്ക് അനുമോളുടെ ഗെയിം നീങ്ങുന്നു എന്നാണ് ഈ ക്ലിപ്പ് വൈറലായതോടെ പ്രത്യക്ഷപ്പെട്ട കമന്റുകളും. അനുമോളിന്റെ ഈ പ്രസ്താവന അക്ബറിന് വീക്കെൻഡിൽ മോഹൻലാൽ കാണിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത് മുൻ മത്സരാർത്ഥിയായ സായി കൃഷ്ണ. കഴിഞ്ഞ എപ്പിസോഡിൽ അനുമോൾ അക്ബറിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മോശമായി പറഞ്ഞു. അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്നാണ് പറഞ്ഞത്. അത് എന്താണെന്ന് അനു പറഞ്ഞതൊന്നും മനസ്സിലായില്ല. പാവം ചെമയം നോക്കിയതാണെന്ന് അറിയില്ല. നോട്ടം ശരിയല്ലെന്ന് ഒരാളെക്കുറിച്ച് പറയുമ്പോൾ മോശം പരിപാടിയല്ലേ? അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ കാര്യവും കാരണവും കൂടി പറയണമായിരുന്നു. ഇത് കാര്യവും കാരണവും ഇല്ലാതെ ഒരാളെ നോട്ടം ശരിയല്ലെന്ന് പേടിയാകുന്നു എന്ന് പറയുന്നതും ശരിയല്ല. അതിന്റെ കാര്യമില്ല. അല്ലെങ്കിൽ കൃത്യമായി കാരണം പറയണം. ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു പുരുഷൻ പറയുകയാണ് ഇവൾ ഇങ്ങനത്തവളാണെന്ന് പറഞ്ഞെങ്കിൽ ഇത് കാട് വരെ കുലുങ്ങിയേനെ. അക്ബർ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും വിമർശിച്ചു. അപ്പോൾ അനുമോൾ ഇരുന്ന് അക്ബറിനെക്കുറിച്ച് അവന്റെ നോട്ടം ശരിയല്ലെന്ന് പറയുമ്പോൾ അത് പല ആസ്പെക്റ്റിൽ പ്രേക്ഷകരുടെ മനസ്സിലെത്തും. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല. മോശമായ പരിപാടിയാണ് അനുമോൾ ചെയ്തത്. കുട്ടി ഇമേജ് കൊണ്ടുവരാൻ അനുമോളിന്റെ ശ്രമമാണ് ഭാഗമായോ എന്ന് അറിയില്ല. അക്ബറിനെക്കുറിച്ച് അനു പറഞ്ഞ അണ്ടർ വേസ്റ്റ് സാധനമാണ്. ഇനിയും ഇത്തരം സാധനങ്ങൾ ഇട്ടാൽ അനുമോൾ പെടും. ലാലേട്ടൻ വരുമ്പോൾ ആ ക്ലിപ്പ് അക്ബറിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ ഹൗസിൽ ഒരാഴ്ച നിന്ന് കത്തുന്ന സായി പറഞ്ഞു. ലെവിസിൻ കപ്പിളെ ആദിലയും നൂറയും കുറിച്ച് സായി തന്റെ അഭിപ്രായം പങ്കുവച്ചു. സഹമത്സരാർത്ഥികൾ പരിശ്രമിച്ചാൽ മാത്രമേ ആദിലയും നൂറയും വാശിയോടെ കളിക്കൂ എന്ന് സായി പറയുന്നു. നൂറയും ആദിലയും ഉയർന്നു വരണം. ആദില താഴ്ന്നു പോയത് കൊണ്ട് നൂറ ഇരുന്നു പോയത്. അങ്ങനെ സ്ത്രീക്ക് കൂട്ടത്തിൽ നിന്ന് എതിരാളികൾ ഇല്ലാത്ത പോലെ തോന്നിയിരുന്നു.